ഹലോ, അപ്പം നമുക്കിന്നൊരു അടിപൊളി ഉള്ളിത്തീയൽ ഉണ്ടാക്കിയാലോ. ഞാനിവിടെ ചെറിയ ഉള്ളി നീളത്തിന് അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അപ്പോൾ കടുക് പൊട്ടിച്ച ശേഷം നമുക്കിതൊന്ന് അതിലേക്കിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് ഒന്ന് വാടി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഉള്ളി വെന്ത് വരുന്ന സമയത്തിന് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ഞാനിവിടെ തേങ്ങ തിരുകി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് അതൊന്നും വറുത്തെടുക്കാം. ഇതിനിടയ്ക്ക് ചെറുതായിട്ടൊന്ന് തേങ്ങ ഇതായി വരുമ്പോൾ നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങ നന്നായിട്ട് ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുത്ത് കരിഞ്ഞു പോകാതെ നോക്കണേ. മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കണം. കുറച്ച് വെള്ളം ചേർത്താൽ മതി. അപ്പം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ സമയം കൊണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. അപ്പം നമുക്കതിലേക്ക് അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് ചെറുതായിട്ടൊന്ന് വറ്റി വരുന്നവരെ തിളപ്പിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ അടിപൊളി ഉള്ളിത്തീയൽ റെഡി ആയിട്ടുണ്ട്. ബൈ.